അതെ, ക്ഷയരോഗം ആർക്കും വരാം. ക്ഷയരോഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുട്ടികളിൽ പോലും ക്ഷയരോഗം മൂലമുള്ള മരണങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. പരിഹാരമായി ക്ഷയരോഗം എത്രയും നേരത്തെ കണ്ടെത്തി കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക. ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം. ക്ഷയരോഗത്തിനുള്ള ചികിത്സ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭ്യമാണ്. തന്നെ ടിബിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ള ഈ വാഹന പര്യടന ജാഥയുടെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴുള്ള നമ്മുടെ ആശുപത്രിയുടെ മുൻകൈ എടുത്തിട്ടുള്ള ഒരു നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ആശുപത്രിയുടെ പരിധിയിൽ വരുന്ന എല്ലാ ഏരിയകളിലും ഒന്ന് വാഹന പര്യടനം നടത്തി നമ്മൾ മാക്സിമം നമ്മുടെ അവിടെയുള്ള PHCകൾ മംഗലം മുല്ലാത്ത PHCകൾ സന്ദർശിച്ച് നമുക്ക് ഇതുപോലെ TBയുടെ അവയർനെസ് മാക്സിമം നടത്തുക എന്നുള്ളതും അതുപോലെ തന്നെ കഫ പരിശോധന പോലുള്ള ഇതിന്റെ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കൂടുതലും ഫീൽഡിലോട്ട് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ വാഹന പര്യടന ജാഥ. അപ്പൊ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ TB രോഗികളുള്ള രാജ്യം ഇന്ത്യയാണ്. ഒരു പകർച്ചവ്യാധി കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന അസുഖവും TBയാണ്. നേരത്തെ കോവിഡ് ആയിരുന്നു. കോവിഡ് പോയപ്പോൾ ഇപ്പോൾ വീണ്ടും TB ആ സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ അത്ര പ്രസക്തമായ ഒരു അസുഖത്തിനെതിരെയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ അണിചേരുന്നത്. ജീവനക്കാരും ഡോക്ടർമാരും എല്ലാവരും തന്നെ ഈ സമയത്ത് TBയെ പറ്റി കൂടുതൽ അറിവും മറ്റു കാര്യങ്ങളും വിവരങ്ങൾക്കായി നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായോ ജില്ലാ TB സെന്ററുമായോ ബന്ധപ്പെടുക. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, ആലപ്പുഴ. ജില്ലാ TB സെന്ററുമായോ ബന്ധപ്പെടുക. ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, ആലപ്പുഴ. പകരുന്ന രോഗമാണ്. നമുക്ക് വന്നെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകരും. ആദ്യം ആർക്ക് പകരും? നമ്മുടെ വീട്ടിലുള്ളവർക്കായിരിക്കും ആദ്യം വരുന്നത്. നമ്മുടെ കൂടെ അവരല്ലേ കൂടുതലായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടേ നാട്ടുകാർക്ക് വരും. അപ്പൊ നമ്മൾ ആദ്യം എന്താ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വരാതെ നോക്കുക എന്നുള്ളത്. 7-ാം തീയതി മുതൽ 100 ദിവസം നീണ്ടു നിൽക്കുന്ന TBക്കെതിരെയുള്ള പുതിയ പരിപാടിയായ TB 100 ദിന എലിമിനേഷൻ പരിപാടിയുടെ വാഹന പ്രചരണ ജാഥയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ വാടക്കൽ പ്രദേശത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2025 ഭാഗമായി
ഭാഗമായിട്ട് നിക്ഷയ് വാഹൻ എന്ന പദ്ധതി ഇപ്പം നടപ്പിലാക്കി വരുന്നു. നമ്മുടെ ഏരിയയിലുള്ള ക്ഷയരോഗം വരാൻ സാധ്യതയുള്ള ആളുകൾ ദയവ് ചെയ്ത് അവരുടെ കഫം പരിശോധിക്കാനായിട്ട് PHCയിൽ എത്തിച്ചേരണമെന്നാണ് ഈ ഒരു ബോധവൽക്കരണ ക്യാമ്പയിനിലൂടെ അറിയിക്കാനായിട്ടുള്ളത്. കാരണം പ്രമേഹ രോഗ ബാധിതർ, വൃക്ക കരൾ രോഗമുള്ളവർ, ക്ഷയരോഗ ഹിസ്റ്ററി ചരിത്രമുള്ള കുടുംബം